കുടുംബത്തിനകത്തെ കടുപ്പമേറിയ എതിർപ്പുകളെ വെല്ലുവിളിച്ച് വീണ ജോർജ് വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക്. തന്നെ മത്സരിപ്പിക്കരുതെന്ന ഭർത്താവ് ജോർജ് ജോസഫിന്റെ പരസ്യമായ നിലപാടിനെ തള്ളിക്കൊണ്ട് പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യം ശിരസാ വഹിക്കാൻ തന്നെയാണ് മന്ത്രിയുടെ തീരുമാനം. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ആറന്മുളയുടെ മണ്ണിൽ വീണ്ടും ചുവപ്പൻ വിജയക്കൊടി പാറിക്കാൻ വീണ തന്നെ ഇറങ്ങുമെന്ന് ഉറപ്പായതോടെ പത്തനംതിട്ടയിൽ രാഷ്ട്രീയ ചൂട് കൊടുമ്പിരി കൊള്ളുകയാണ്. മന്ത്രിയെ ഇത്തവണ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന ജോർജ് ജോസഫിന്റെ ആവശ്യം CPM നേതൃത്വം നിഷ്കരുണം തള്ളി. സ്ഥാനാർത്ഥി നിർണയം പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെന്നും അതിൽ കുടുംബാംഗങ്ങളുടെ താൽപര്യങ്ങൾക്ക് സ്ഥാനമില്ലെന്നുമുള്ള കർക്കശമായ നിലപാടിലാണ് AKG സെന്റർ. നിപ്പയെയും കോവിഡിനെയും പോലുള്ള മാരക വൈറസുകളെ സധൈര്യം നേരിട്ട് ലോകശ്രദ്ധ നേടിയ വീണയ്ക്ക് വീടിനുള്ളിലെ ഈ ചെറിയ കലഹം ഒരു തടസ്സമാകില്ലെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അകമഴിഞ്ഞ പിന്തുണ കൂടി ലഭിച്ചതോടെ വീണയുടെ പടയോട്ടത്തിന് വഴി തെളിഞ്ഞു. വിവാദങ്ങൾ ഒരു വശത്ത് പുകയുമ്പോഴും മറുഭാഗത്ത് പ്രചാരണ തന്ത്രങ്ങൾ അണിയറയിൽ സജീവമായി കഴിഞ്ഞു. 5 അംഗങ്ങളുള്ള വൻകിട PR ടീമാണ് മന്ത്രിയുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെട്ട മന്ത്രി ഭർത്താവിന്റെ നിലപാടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും പ്രവർത്തനങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തി. ഒരു വശത്ത് കുടുംബം, മറുവശത്ത് പാർട്ടി. ഈ പ്രതിസന്ധി ഘട്ടത്തിലും അസാമാന്യമായ മനക്കരുത്താണ് വീണ പ്രകടിപ്പിക്കുന്നത്. ഓർത്തഡോക്സ് സഭയിൽ നിർണായക സ്വാധീനമുള്ള ജോർജ് ജോസഫിന്റെ നിലപാട് വോട്ട് പെട്ടിയിൽ വിള്ളലുണ്ടാക്കുമോ എന്ന ആശങ്ക പ്രാദേശിക നേതൃത്വത്തിനുണ്ട്. സഭയുടെ വോട്ടുകൾ എങ്ങോട്ട് മറിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ആറന്മുളയിലെ ജയപരാജയങ്ങൾ. എന്നാൽ വീണയുടെ വ്യക്തിപരമായ ജനപ്രീതിയും വികസന നേട്ടങ്ങളും ഈ വെല്ലുവിളികളെ മറികടക്കുമെന്ന് CPM വിശ്വസിക്കുന്നു. സഭാ തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും നയതന്ത്രപരമായി പരിഹരിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെടുമെന്നാണ് സൂചന. KSUവിന്റെ തെരുവിലെ പ്രതിഷേധങ്ങളെയും സ്വന്തം വീടിനുള്ളിലെ അതൃപ്തിയെയും ഒരേപോലെ അതിജീവിക്കാനാണ് ആരോഗ്യമന്ത്രിയുടെ തീരുമാനം. മുഖ്യമന്ത്രിയെ അടക്കം തന്റെ നിലപാട് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്.